നമ്മൾ എന്ന് തൊട്ടിട്ടാണ് ഇത്ര അധികം ചിക്കൻ കഴിക്കാൻ തുടങ്ങിയത്? ചിന്തിച്ചിട്ടുണ്ടോ? അറ്റ് എനി മൂമെന്റ് ലോകത്തിൽ 23 ബില്യൺ ചിക്കൻസ് ജീവിച്ചിരിപ്പുണ്ട്, മോർ ദാൻ ഓൾ അതർ ബേർഡ്സ് കമ്പൈൻഡ്. ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് 70 ബില്യൺ ചിക്കനെ കഴിക്കും എവറി ഇയർ. നിങ്ങൾക്കറിയോ, ബിഫോർ 1940s ചിക്കനിനെ മീറ്റിന് വേണ്ടിയല്ല വളർത്തിയിരുന്നത്, മുട്ടയിടാനും ടെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമായിരുന്നു. പിന്നെ വയസ്സാവുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന് ഡിന്നർ ആക്കി. ദെൻ കെയിം ദിസ് 1945 ഇവന്റ് കോൾഡ് the chicken of tomorrow in US, of course. Basically, they were trying to breed a chunkier, faster growing bird that could feed a family for cheap. And it worked. ആ ഇവന്റിൽ ജയിച്ച ചിക്കൻ ആണ് ജനറ്റിക് പാരന്റ്സ് ഓഫ് ഓൾമോസ്റ്റ് എവറി മോഡേൺ ചിക്കൻ യു ഈറ്റ് ടുഡേ. ഇവിടെയാണ് ട്വിസ്റ്റ്. ഇതൊരു പുതിയ ബ്രീഡ് ചിക്കൻ ആയിരുന്നു, വിച്ച് മെന്റ് ഫാർമേഴ്സ് കുഡന്റ് ബ്രീഡ് ദം ഫ്രീലി എനിമോർ. അതുകൊണ്ട് തന്നെ പുതിയ കോഴിക്കുട്ടികളെ ഈ കമ്പനിയിൽ തന്നെ ഫാർമേഴ്സ് വാങ്ങി. ഇന്നത്തെ സിറ്റുവേഷനിൽ കുറച്ച് കോർപ്പറേറ്റ്സ് ആണ് മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ബ്രോയിലർ ജെനറ്റിക്സ് കൺട്രോൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? ചിക്കൻ 2 മാസം കൊണ്ട് തന്നെ 2 കിലോനെക്കാട്ടിലും കൂടുതൽ വെയിറ്റും വെക്കും, ബട്ട് അതിന്റെ കാലുകൾക്ക് ആ വെയിറ്റ് താങ്ങാനുള്ള ശേഷിയില്ല. അപ്പോഴാണ് കുറച്ച് സയന്റിസ്റ്റ് ഒരു സജഷൻ ആയിട്ട് വരുന്നത്, ബ്രീഡിങ് ബ്ലൈൻഡ് ചിക്കൻസ്. കാരണം കണ്ണ് കാണാത്ത ചിക്കൻ തമ്മിൽ തല്ലുകൂടില്ലല്ലോ. ദാറ്റ്സ് ദ പാർട്ട് ദാറ്റ് ഗെറ്റ്സ് മീ. We have redesigned animals to fit our system instead of redesigning the system to fit life. Sad. Follow for more.